ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ ഏവരുടെ മുൻപാകെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കഴിഞ്ഞ പ്രഭാതത്തിങ്കൾ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, നാം വീണു പോകാതിരിക്കേണ്ടതിന്, ദൈവകൃപയിൽ നിന്നും നാം മാറിപ്പോകാതിരിക്കേണ്ടതിന് നാം എന്തു ചെയ്യണം? നാം കേട്ടതായ വചനത്തെ, നാം പ്രാപിച്ചതായ കൃപയെ നാം മുറുകെ പിടിച്ച് തിരുമുഖം അന്വേഷിച്ച് യാത്ര ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ട് നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് നാം കേട്ടതായ വചനത്തെ നാം ശ്രദ്ധയോടുകൂടി കരുതുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. വീണ്ടും അതിൻ്റെ തുടർമാനമായി ഇന്ന് പകൽക്കാലം വീണ്ടും അല്പകാര്യങ്ങൾ കൂടി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. രണ്ടാമതായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ദൈവിക വാഗ്ദത്തത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾ എല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഇബ്രായലേഖനം 3-ാം അധ്യായം 7-ാം വാക്യവും 4-ാം അധ്യായം 1-ാം വാക്യവും നാം പഠിക്കുമ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കയാൽ നമ്മിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. 3-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചന വേദഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു, ദൈവ പൈതലാകുന്നു എന്നുള്ളതായ ബോധ്യം നഷ്ടപ്പെട്ടു പോകാതെ ആ ദൈവിക ഭവനത്തിന് അവകാശി ഞാൻ ആകുന്നു എന്നുള്ളതായ ആ ഉറപ്പോടുകൂടി ക്രിസ്തീയ ജീവിതം ദൈവത്തെ ഭയപ്പെട്ട് മുന്നോട്ടേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടോ? നാം ആരെയോ ഭയപ്പെടുന്നത്? നാം ദൈവത്തെയാണോ ഭയപ്പെടുന്നത്? അതോ ഈ ലോകത്തിലുള്ളതായ ജനത്തെ നാം ഭയപ്പെടുന്നുവോ? ദൈവത്തെ ഭയപ്പെടുന്നവൻ ഒരിക്കലും ഈ സമൂഹത്തെ ഭയപ്പെടേണ്ടതായിട്ട് വരത്തില്ല. ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ലോകം ഒരിക്കലും അവന് ഒരു ഭാരമായി വരുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല പൈതലായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇബ്രായലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം നാം പഠിക്കുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, പഴയ നിയമത്തിലേക്ക് കടന്നു വന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവിക ശബ്ദം കേട്ടതായ, അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചതായ ഇസ്രായേൽ മക്കൾ, അവർ പല അവസരങ്ങളിലും അവർ എന്ത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു? അവർ ദൈവത്തെ മറന്ന് കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തെ ഭയപ്പെടാതെ, ആ തിരിച്ചറിവ്, ആ ബോധ്യം നഷ്ടമായി അവർ പലപ്പോഴും പിറുപിറുക്കുവാൻ തക്കവണ്ണം ഇടയായി. അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. അവർ ദൈവദാസന്മാർക്കെതിരെ അവർ പിറുപിറുപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ട് അവർ ദൈവത്തെ മഹത്വം കൊടുത്തവരാ, ദൈവത്തെ അവർ ഭയപ്പെട്ടവർ, ദൈവത്തെ സ്തുതിച്ചവരാ, ദൈവത്തെ അവർ ആരാധിച്ചവരാ, ദൈവത്തിൻ്റെ വിശ്വസ്തത അവർ അനുഭവിച്ചവരാ. എന്നാൽ അവർ പരാജിതരായിത്തീർന്നു. They failed to commit themselves to God. ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കുന്നതിൽ, ദൈവത്തെ വിശ്വസിക്കുന്നതിൽ
അവർ പലപ്പോഴും പരാജയപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവർ പല അവസരങ്ങളിൽ അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു, ദൈവദാസന്മാർക്കെതിരെ പിറുപിറുത്തു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകവും എല്ലാം പഠിക്കുമ്പോൾ അവർ പിറുപിറുത്തതായ കാര്യങ്ങളെല്ലാം നമുക്കവിടെ പഠിക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവർ വെള്ളമില്ലയോ എന്ന് ചോദിച്ച്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമൊന്നും ഇല്ലയോ എന്ന് ചോദിച്ചു മോശയുടെ നേരെ അവർ പിറുപിറുപ്പാനായിട്ട് തുടങ്ങി. നിങ്ങൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ സീൻ മരുഭൂമിയിൽ പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം രഫീദിലെത്തിയപ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് അവർ മോശയോട് എന്ത് ചോദിച്ചു? ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു. അവനെതിരെ മോശയ്ക്കെതിരെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നാമും ഇപ്രകാരം പിറുപിറുക്കുന്നവരാം. നാം ഇന്നായിരിക്കുന്നതായ സാഹചര്യം നമ്മുടെ കഴിവിലോ നമ്മുടെ ഒരു സാമർഥ്യത്തിലോ നമ്മുടെ ഒരു മസിൽ പവറിലോ നമ്മുടെ ഒരു പണത്തിൻ്റെ പ്രാഗൽഭ്യത്തിലോ ഒന്നും നാം നേടിയതല്ല. അവൻ്റെ കൃപയൊന്നു മാത്രമാണ്. നാം ഇപ്പോൾ ശ്വസിക്കുന്നതായ ഈ ശ്വസനം പോലും അവൻ്റെ കൃപയൊന്നു മാത്രമാണ്. പ്രൈസ് ഗോഡ്. നാം ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാകരുത്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. നമ്മളിപ്പോൾ കാണുന്നതായ നമ്മുടെ ഈ മസിൽ പവറും നമ്മുടെ ഈ ശാരീരിക സൗന്ദര്യവും ഈ പണവും പ്രതാപവുമെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടമായി പോകുന്നതാ. നമ്മുടെ മുമ്പിൽ എത്രയെത്ര കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയി, ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അതെല്ലാം കാണുമ്പോഴെങ്കിലും നാം ദൈവത്തെ ഭയപ്പെടണം. ഇതെന്റെ ഭവനത്തിൽ സംഭവിച്ചില്ലല്ലോ, എൻ്റെ തലമുറകൾക്ക് ഇത് സംഭവിച്ചില്ലല്ലോ, എൻ്റെ ദേശത്തിന് ഇത് സംഭവിച്ചില്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് സംഭവിച്ചില്ലല്ലോ എന്നോർത്ത്, ദൈവമേ, നീ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത നിന്റെ സ്നേഹം, നീ ഞങ്ങളെ കരുതുന്ന നിന്റെ സ്നേഹം എത്രയോ വലുതാകുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദേശം ഉറ്റുനോക്കുവാനായിട്ട് 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെയായി പറഞ്ഞയക്കുമ്പോൾ 2 പേരൊഴികെ 10 പേർ ഒരുമിച്ച് ഒരേ സ്വരത്തോടുകൂടി പറഞ്ഞു. എന്താ പറഞ്ഞേ? നമുക്കത് ലഭിക്കാൻ പോകുന്നില്ല. കാരണം അവിടെ മല്ലന്മാർ നിൽക്കുകയാണെന്നേ. നമ്മൾ അങ്ങോട്ട് കാല് കുത്തിയാൽ അവർ നമ്മുടെ കാല് വെട്ടും, അവർ നമ്മുടെ ശിരസ് എടുക്കും. പ്രൈസ് ഗോഡ്. പറഞ്ഞയച്ചത് ആരാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ മല്ലന്മാരെ കണ്ടപ്പോൾ അവർ ഭയചകിതരായിപ്പോയി. അവർ എന്താ പറഞ്ഞ, അവര് ആകെ കൂടി അവര് വെപ്രാളപ്പെട്ടു പോയി. പ്രൈസ് ഗോഡ്. എന്നാൽ 2 പേര് ഉറച്ചു നിന്നു. നിങ്ങൾ സംഖ്യാപുസ്തകം 13-ാം അധ്യായം 14-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം, കാലേബും യോശുവയും. അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, ദൈവം വിശ്വസ്തനാ. ഇതുവരെ നടത്തിയ ദൈവം അവൻ വീണ്ടും നടത്തുവാൻ തക്കവണ്ണം സർവശക്തനാകുന്നു എന്നുള്ളതായ ആ ഉറപ്പും ധൈര്യവും വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായിരുന്നു കാലേബും യോശുവയും. ആ പ്രത്യാശ നമുക്കുണ്ടോ? ആ ഉറപ്പ് നമുക്കുണ്ടോ? ആ ധൈര്യം നമുക്കുണ്ടോ? ഇതുവരെ ഞാൻ എത്തുവാൻ, പട്ടുകാരൻ പാടി, ഇതുവരെ എത്തുവാൻ ഞാൻ എന്തുള്ളു നാഥ, എൻ്റെ ഭവനം എന്തുള്ളു നാഥ എന്ന് പാട്ടുകാരൻ പാടി. ഇന്ന് പകൽക്കാലം നാമും ഒന്ന് ചിന്തിക്കണം. ഞാൻ ഇതുവരെ ആയിരിക്കുന്നത് എൻ്റെ കഴിവല്ല ദൈവമേ, നിന്റെ കൃപയൊന്നു മാത്രമാ, നിന്റെ കരുണയൊന്നു മാത്രമാ, നിനക്ക് എന്നോടുള്ള വിശ്വസ്തതയൊന്നു മാത്രമാ, എന്നോടുള്ള സ്നേഹം ഒന്ന് മാത്രമാ ഞാൻ ഇതുവരെ ആയിരിക്കുന്നത്. അപ്പാ, പലതിലും പല അവസരങ്ങളിലും ഞാൻ നിനക്കെതിരെ, അല്ലെങ്കിൽ നിന്റെ വചനത്തെ, നിന്റെ കൽപ്പനകളെ ഞാൻ മനസ്സിലാക്കാതെ അവയ്ക്കെതിരായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ നടന്നിട്ടുണ്ട്.
ഈ പകൽക്കാലം സ്വർഗം എന്നോട് കനിവ് ചെയ്യണം. അപ്പ നീ എന്നോട് ക്ഷമിക്കണം. നീ എന്നെ നിന്റെ പൈതലാക്കി അപ്പാ സ്തോത്രം വീണ്ടും നിന്റെ രാജ്യത്തിന്റെ അവകാശിയായി തിരുവാൻ തക്കവണ്ണം നീ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം കഴിയുമോ? ദൈവഭയത്തിലെ കരയുന്നവന്റെ മുൻപിൽ ദൈവം ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം മുഖം തിരിച്ചു കടന്നു പോവുകയില്ല. കരയുന്നവന്റെ കരച്ചിൽ കണ്ടു നിന്ന് അവന്റെ അരികത്ത് വന്ന് അവനെ മാറോട് ചേർത്ത് നിർത്തി അവന്റെ ആവശ്യത്തെ അവന്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു കൊടുത്തവനായി എന്റെ ദൈവം. പ്രൈസ് ഗോഡ്. ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യുമാറാകണമേ എന്ന് നിലവിളിച്ചവന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവന്റെ അരികത്ത് വന്നിരുന്നു കൊണ്ട് അവൻ ആശ്വാസത്തോടെ സമാധാനത്തോടെ പറഞ്ഞയച്ച ദൈവം ഇന്ന് പകൽക്കാലവും ദൈവവേദലെ ജീവിതത്തിൽ വന്നുപോയതായ കുറവ് പോരായ്മകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യഥാർത്ഥമായി ഒന്ന് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നീ ആഗ്രഹിക്കുന്നവൾ നിശ്ചയമായും ഇന്ന് പകൽക്കാലം ദൈവകൃപ നിന്റെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തുവാൻ തക്കവണ്ണം നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 78 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് വഴി നടത്തിയത് എപ്രകാരമായിരുന്നു എന്നെല്ലാം നമുക്കറിയാം. പകൽ സമയം മേഘം കൊണ്ടും രാത്രി മുഴുവൻ അഗ്നിപ്രകാശം കൊണ്ടും ദൈവം അവരെ വഴി നടത്തി. മരുഭൂമിയെ പിളർന്നവർക്ക് ധാരാളം കുടിപ്പാൻ തക്കവണ്ണവും ജലത്തെ അവൻ പുറപ്പെടുവിച്ചു കൊടുത്തു. എന്നാൽ അവർ എന്തു ചെയ്തു? ഈ നന്മകളെല്ലാം അവർ അനുഭവിച്ചപ്പോഴും ഈ നന്മകളെല്ലാം തന്നത് ദൈവമാകുന്നു എന്നവർ തിരിച്ചറിഞ്ഞപ്പോഴും അവർ വേണ്ട വിധം ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവത്തെ വേണ്ട വിധം അവർ ആരാധിക്കാതെ, ദൈവം ആരെന്നറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാതെ അവർ അവനോട് വീണ്ടും മത്സരിക്കുവാൻ, അവർ അവനോട് വീണ്ടും പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ ദൈവത്തിനെതിരെ വിരോധമായി സംസാരിച്ചു. അവന്റെ അത്ഭുത പ്രവൃത്തികളെ അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി. സങ്കീർത്തനം 78 അധ്യായത്തിന്റെ 33, 34 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ, ദൈവത്തിന്റെ നടത്തിപ്പിനെ, ദൈവത്തിന്റെ ആ സ്നേഹത്തെ അവർ വിശ്വസിക്കായത് നിമിത്തം അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാനിടയായിത്തീരാം. അവൻ വാർദ്ധക്യത്തിലും പുഷ്ടിവെച്ച് ഫലം കായ്ക്കുന്ന സ്തോത്രം വൃക്ഷമായി തീരും. ഹല്ലേലൂയ. ദൈവവേദിയിലെ നിന്റെ ആശ്രയം ആരില്ല? ഈ ലോകത്തിലാണോ നിന്റെ ആശ്രയം? അതോ നിന്നെ വഴി നടത്തുന്ന, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്തിലാണോ നിന്റെ ആശ്രയം? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവവചനം നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തന്നെ തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എബ്രായ ലേഖനം 3 അധ്യായം 7 വാക്യം 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ തലമുറയോട് ദൈവത്തിന് എന്തു തോന്നി? നീരസം ഉണ്ടായി. ഏത് തലമുറയോട്? ദൈവശബ്ദം കേൾക്കാത്ത തലമുറയോട്, ദൈവവചനം അനുസരിക്കാത്ത തലമുറയോട്, ദൈവത്തിനെതിരെ മത്സരിച്ച തലമുറയോട്, ഹൃദയം കഠിനമാക്കിയ തലമുറയോട് ദൈവത്തിന് എന്തുണ്ടായി? നീരസമുണ്ടായി. അവിടെ നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിക്കണം. 10 വാക്യം, എബ്രായ ലേഖനം 3 അധ്യായം 10 വാക്യം. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ഞാൻ അവിടെ എന്നുള്ളതായ ആ തലമുറയോട് എന്നുള്ളതായ കാര്യം, ആ ഒരു വാക്യം ഞാൻ ഇങ്ങനെ വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ തലമുറയോട് എനിക്ക് നീരസമുണ്ടായി എന്ന് ദൈവം പറയുവാൻ ഇടയാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം നമ്മുടെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് നാം ഒന്ന് ചോദിക്കുക, നമ്മോട് തന്നെ ചോദിക്കുക, ദൈവം എന്നെ നോക്കി ഇന്ന് പകൽക്കാലം ഇപ്രകാരം പറയുന്നുണ്ടോ? എനിക്ക് നിന്നോട് നീരസമുണ്ട്, എനിക്ക് നിന്നോട് അല്പം പിണക്കമുണ്ട് എന്ന് ദൈവം പറയുവാൻ തക്കവണ്ണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, നിശ്ചയമായും ഏറ്റുപറയുന്നുവെങ്കിൽ തന്റെ ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭം അറിയുകയില്ല. അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് ദൈവത്തിൽ നിന്ന്
കരുണ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് ദൈവകൃപ, ദൈവ സമാധാനം നിന്റെ ഉള്ളിൽ വാഴണമെങ്കിൽ, ആ ദൈവിക സമാധാനം നിന്റെ ഭവനത്തിൽ നിലനിൽക്കണമെങ്കിൽ, ദൈവിക സ്വസ്ഥത നീ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ, നീ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്ന് സറണ്ടർ ആയി തീരുവാൻ തക്കവണ്ണം, ഒന്ന് ദൈവത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കും ഉള്ളതാകിയാൽ എന്ത്? സ്തോത്ര, ഹല്ലേലൂയ. വാഗ്ദത്തം, ദൈവിക ഭവനം. അതാർക്കൊക്കെ ഉള്ളതാ? വചനം കേൾക്കുന്ന നമുക്ക്, നമ്മുടെ മക്കൾക്ക് അവന്റെ സ്നേഹത്തിലേക്ക് അവൻ വിളിച്ചു വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു വരുത്തുന്നതായ എല്ലാവർക്കും ഉള്ളതാകിയാൽ, അവരിൽ വരേണ്ട മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? അവർ മാനസാന്തരപ്പെട്ട് പാപത്തിന്റെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്തം കൈവിടപ്പെട്ടു പോകരുത്. ആ വാഗ്ദത്ത ഭവനം നഷ്ടപ്പെട്ടു പോകരുത്. വാഗ്ദത്ത ഭവനത്തെ നാം ദിവസവും സ്വപ്നം കാണുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മളൊരു നല്ല കാർ മേടിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വന്നാൽ, പിന്നീടുള്ളതായ നമ്മുടെ ദിവസങ്ങൾ മുഴുവൻ ആ കാറിനെ കുറിച്ചുള്ളതായ സെർച്ചിങ് ആയിരിക്കും. അതിൻ്റെ ഇന്റീരിയർ ഡെക്കറേഷൻ പ്രകാരമുള്ളതായിരിക്കും. അതിൻ്റെ വീൽസ് അലോയ് വീൽസ് ആയിരിക്കുമോ, നോർമൽ വീൽസ് ആയിരിക്കുമോ, അതിൻ്റെ സ്റ്റിയറിംഗ് എങ്ങനെയുള്ളതായിരിക്കും, അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എങ്ങനെയുള്ളത്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ തുടർമാനമായി നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്തകൾ, അല്ലേ? പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവവൈതലേ, ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ദൈവവൈതലേ, നിന്റെ ചിന്ത നിത്യഭവനമായിരിക്കണം. സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം, സ്വർഗഭവനം ഞാൻ കൈവശമാക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തെല്ലാം ആയിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കുന്ന ചിന്തയായിരിക്കണം എപ്പോഴും നിന്നെ ഭരിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇവിടെ പറയുക, അതുകൊണ്ട് സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നിങ്ങൾ നോക്കുവിൻ. നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരും ആദ്യ വിശ്വാസത്തെ അവസാനത്തോളം മുറുകെ പിടിക്കുന്നവരും ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹോൾഡ് ഫാസ്റ്റ് ദ കോൺഫിഡൻസ് ആൻഡ് ദി റിജോയ്സ് ഓഫ് ദ ഹോപ്പ് ഫെയിം ഫ്രം ദ എൻഡ്. നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ലക്ഷ്യം നിത്യതയാകട്ടെ. ഹല്ലേലൂയ. തിരുവചനം നാം പഠിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ പറയുന്നത്, അതുകൊണ്ട് ഈ തലമുറയോട് എനിക്ക് നീരസം ഉണ്ടായി, ഞാൻ എപ്പോഴും ഒരു ഹൃദയത്തിൽ വഴിതെറ്റിപ്പോകുന്നവർക്ക് അറിഞ്ഞില്ല എന്നുള്ള ഭാഗങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാകുന്നു എന്നുള്ളതിൽ പോകുന്നു. പഴയ നിയമകാലത്ത് ദൈവഭവനം ഇസ്രായേൽ ഗൃഹമായിരുന്നു. നമ്മൾ ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും എല്ലാം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് പഴയ നിയമകാലത്ത് ദൈവഭവനം, ദൈവം എവിടെയായിരുന്നു വസിച്ചിരുന്ന്, ആരുടെ മധ്യമായിരുന്നു ദൈവം ഇറങ്ങിയിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കുവാനായിട്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, എന്താ പറയുന്നത്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സമൂഹം. പ്രൈസ് ഗോഡ്, സ്തോത്രം. നാം ആരാണ്? ജീവനുള്ള ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണ്. ജീവനുള്ള ദൈവത്തിന്റെ പൈതങ്ങളായി തീർന്നവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ഗോഡ്. നമ്മിലാണ് ദൈവം വസിക്കുന്നത്.
ആ ബോധ്യം നമുക്കുണ്ടോ? എന്നിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നു എന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ടോ? ദൈവവേദനയെ നമ്മെ ഏവരെയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും കണ്ട് ദുഃഖിക്കുന്നുണ്ടോ? അതോ പരിശുദ്ധാത്മാവ് നമ്മെ കണ്ട് സന്തോഷിക്കുകയാണോ? പരിശുദ്ധാത്മാവ് നമ്മെ കണ്ട് അവൻ അഭിമാനം കൊള്ളുകയാണോ? ഇന്ന് പകൽക്കാലം നമ്മോട് തന്നെ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ. പ്രൈസ് ഗോഡ്, സ്തോത്രം, ഹല്ലേലൂയ. സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാകുന്നുവോ ഞാൻ, ഒരു സമൂഹത്തിൽ ഒരു അംഗമാകുന്നുവോ ഞാൻ എന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് പകൽക്കാലം കഴിയണം. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അന്ന് പത്രോസ് 4-ാം അധ്യായം 16 മുതലുള്ളതായ വേദഭാഗങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ വൈതലേ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയമർപ്പിക്കുകയും ദൈവത്തെ ഭയപ്പെടുന്നവരുമായിരിക്കണം നാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കർത്താവിനെ പരീക്ഷിക്കാത്തവരായിരിക്കണം നാം. 9-ാം അധ്യായം 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിരുദ് പ്രാപിക്കുവാൻ വേണ്ടി സകലത്തിലും വർജനമാചരിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ. സമയം മുന്നോട്ടേക്ക് കടന്നുപോയല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നാം കേൾക്കുന്നതായ വചനത്തെ, നാം പ്രാപിച്ചതായ കൃപയെ നാം ശ്രദ്ധയോടെ കരുതുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുവാൻ തക്കവണ്ണം ഇടയായി. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കിയാൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഇന്ന് പകൽക്കാലം നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നുവോ? ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, അവന്റെ വഴികളിൽ നടക്കുന്ന, പ്രത്യാശയിൽ പൂർണ്ണ സ്ഥിരതയുള്ള, ധൈര്യമുള്ള ഒരു ദൈവ പൈതലാകുന്നുവോ ഞാനെന്ന് നമ്മോട് തന്നെ ഇന്ന് പകൽക്കാലം ചോദിച്ചാട്ടെ. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ, ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കാതെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ക്രിസ്തുവിൽ പുതുക്കമുള്ള ഒരനുഭവത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുക. കാഹള ശബ്ദം ധ്വനിപ്പാനുള്ളതായ, ആ കാഹള ശബ്ദം കേൾക്കുവാനുള്ളതായ ഒരു കാത്, തുറന്ന ഒരു കാത് നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ കാത് അടഞ്ഞു പോയാൽ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കാഹള ശബ്ദം ഊതുമ്പോൾ നമുക്കത് കേൾക്കുവാനായിട്ട് കഴിയത്തില്ല കേട്ടോ. തുറന്നിരിക്കുന്ന ഒരു കാതുകളായിരിക്കട്ടെ നമ്മുടേത്. ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ജീവിപ്പാൻ തുറക്കപ്പെട്ടതായ ഒരു അവസ്ഥയായിരിക്കട്ടെ, അനുഭവമായിരിക്കട്ടെ നമ്മുടേത്. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളേവരെയും വഴി നടത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. വീണ്ടും മാറ്റമില്ലാത്ത തിരുവചനത്തിൽ കൂടി നീ ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി കർത്താവേ. ഈ വചനം കേൾക്കുന്ന അടിയൻ ഉൾപ്പെടുന്ന ഈ സമൂഹമായി ഞങ്ങളോട് അപ്പാ നീ ഇടപെടുന്നതിനാൽ നന്ദി കർത്താവേ. നിന്റെ നിത്യഭവനത്തിന് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോ ദിവസവും നീ വചനം കൊണ്ട് പണിയുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, നിന്റെ വചനത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ ഞങ്ങൾക്കത് നഷ്ടമായി പോകാതെ ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അപ്പാ ഞങ്ങൾക്കിടയാക്കണം. ഈ ജനത്തെ ഇന്ന് പകൽക്കാലം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. നന്ദി. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ഏവരെയും പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.